കരുതിയിട്ടാണ് ഓരോ ഹ്യൂമൻ ബീയിങ്സും ജീവിക്കുന്നത്. അപ്പോൾ ഏത് സമയത്തും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ ഇത്തരം സമയത്ത് നമ്മൾ വിത്ത് ഗുഡ് മൈൻഡ് ആൻഡ് തോട്ട്സ് നമ്മൾ ജീവിച്ചാൽ അത്രയും നന്നായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അത് ആ ഒരു ചിന്താഗതിയിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കൊരിക്കലും ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പോസിറ്റീവ്നെസ് എപ്പോഴും എന്തിനേയും പോസിറ്റീവായി എടുക്കാനുള്ളൊരു ഇത് നമുക്ക് കിട്ടും. സ്കൂളിംഗ് ക്യാമ്പസ് എനിക്ക് ഇവിടെ IC ഇംഗ്ലീഷ് ഹൈസ്കൂൾ എന്നുള്ള സ്കൂളിലായിരുന്നു. പിന്നെ പുറത്തും പഠിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഫാദറും മദറൊക്കെ ചെറുപ്പം മുതൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നിന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. വീട്ടിൽ സിസ്റ്റേഴ്സ്, ബ്രദർ, അച്ഛൻ, അമ്മ എല്ലാവരും. അവർക്കൊക്കെയും സിനിമയോട് താല്പര്യമുള്ള കൂട്ടത്തിലാണോ, അല്ലെങ്കിൽ കലാപരമായി എന്തെങ്കിലും താല്പര്യമുള്ള കൂട്ടത്തിലാണോ? താല്പര്യക്കുറവില്ലായിരിക്കും. കാരണം നമ്മളൊരു ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെ ഇതിനോടുള്ള ഒരു പാഷൻ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് എത്താനായിട്ട് ഉള്ള ശ്രമങ്ങളുണ്ടായെങ്കിലും ഒരുപാട് കാലത്തെ പരിശ്രമം ഉണ്ടെങ്കിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളനുസരിച്ച് അതിൻ്റെ ഭാഗമായി പോകുന്നത് കൊണ്ട് കുറേ സമയങ്ങൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇങ്ങനെ. പക്ഷേ ഈ ഒരു അവസരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ വെറുതെ വല്ലപ്പോഴും വരുന്ന പോലെ ഇപ്പോൾ മലയാള സിനിമയുടെ നല്ലൊരു കാലഘട്ടമായിട്ട് കാണുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കതൊരു ദൈവത്തിൻ്റെ ഒരു നിമിത്തമായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനൊരു ഓരോ മനുഷ്യജന്മത്തിനും ഓരോ ഇതുണ്ട്. എന്താണ്, അവരവിടെ എത്തിപ്പെടേണ്ട സമയത്ത് എത്തിയിരിക്കും. അത് എന്താണെങ്കിലും അത് ദൈവത്തിൻ്റെ ഒരു നിശ്ചയമാണ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇങ്ങനെ വരേണ്ട ആവശ്യമില്ലല്ലോ. ഇനി 4 ചിത്രങ്ങൾ കഴിഞ്ഞു, മലയാളത്തിലും തമിഴിലുമായി 4 ചിത്രങ്ങൾ പൂർത്തീകരിച്ചു. ഇനി ഫിലിം കരിയറിനെ പറ്റിയുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? കരിയറിനെ കുറിച്ചുള്ള സ്വപ്നം എന്ന് പറയുമ്പോൾ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ നാളെ എന്താവും, മറ്റന്നാൾ എന്താവും എന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളുമായി ഒതുങ്ങി ജീവിക്കേണ്ടി വരും. എന്താ എനിക്കറിയില്ല. പക്ഷേ നമ്മൾ അതും പോസിറ്റീവായി എടുത്തുകൊണ്ട് നമ്മൾ വരുന്നത് എന്താണെന്നുള്ളത്, നമ്മളെ കഴിവ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ പ്രേക്ഷകരും മറ്റുള്ളവരും കണ്ട് അത് അംഗീകരിച്ചതിന് ശേഷം അത് മറ്റുള്ളവരും അത് കാണുന്നു. അപ്പോൾ അതിനെ ഒരു റിസൾട്ട് പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ കൂടെയുള്ള ടെക്നീഷ്യൻസാണ്, ഡയറക്ടേഴ്സാണെങ്കിലും ഇത്രയും പണം മുടക്കുന്ന നിർമ്മാതാക്കളാണെങ്കിലും അവരെന്നിൽ കാണുന്നൊരു വിശ്വാസം, അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ 3-4 സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അവർ പറയേണ്ട കാര്യമാണ്, എൻ്റെ ആ ഒരു ടാലൻറ്റ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ എനിക്കൊരു പോസിറ്റീവ് സൈഡിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ നല്ല രീതിയിലുള്ള അവസരങ്ങൾ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തീർച്ചയായും ഈ ഒരു ആറ്റിറ്റ്യൂഡ് തീർച്ചയായും കീപ്പപ്പ് ചെയ്യുകയാണെങ്കിൽ സാറിന് ഒരുപാട് നല്ല നല്ല മൂവീസ് വരുമെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നു, ഈ കാണുന്ന പ്രേക്ഷകർക്കും തോന്നുന്നുണ്ടാവും. വളരെ എക്സൈറ്റഡ് ആണ്, വളരെ ത്രില്ലിലാണെന്നറിയാം. 4 സിനിമകൾ വരാൻ പോകുന്നു. എന്താണ് പ്രേക്ഷകരോട് ഈ സമയത്ത് പറയാനുള്ളത്? കാരണം സിനിമകൾ റിലീസായിട്ടില്ല. മെയ് ലാസ്റ്റ് മിക്കവാറും ഫസ്റ്റ് മൂവി റിലീസാവും. ഈ ഒരു അവസരത്തിൽ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എന്നെ പോലെയുള്ള പുതിയ നമ്മളുടെ കഴിവ് മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രേക്ഷകരാണ് എന്നും മലയാളത്തിലുള്ളത്. അപ്പോൾ വളരെ വിനയമായി തന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മളെ പോലത്തെ പുതിയ മുഖങ്ങളെ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ച് ഞങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനവും നൽകണം എന്നുള്ളതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. വളരെ നല്ലൊരു ആറ്റിറ്റ്യൂഡ് കീപ്പപ്പ് ചെയ്യുന്ന, വളരെ നല്ലൊരു ക്ലാസിക്കൽ ഡാൻസർ, അതുപോലെ തന്നെ അപ്കമിങ് സ്റ്റാർ, സിനിമയെ വളരെയധികം പാഷനേറ്റ് ആയി കാണുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മോടൊപ്പം ചിറ്റ്ചാറ്റിൽ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തത്. സാറിൻ്റെ ഒരു കോൺവെർസേഷനിൽ നിന്നും എനിക്കും കുറച്ച് പോസിറ്റീവ് എനർജി എനിക്കും കുറച്ച് പകർന്നു കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരാൻ പോകുന്ന 4 സിനിമകളും വളരെ സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും വീണ്ടും നമുക്ക് മലയാള സിനിമയിൽ നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് ചിറ്റ്ചാറ്റിന് വേണ്ടി താങ്ക്സ്. A La Carte, the show for youngsters